ഹലോ ഗൈസ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അൽതൈർ ബിൻ ലാഹദ് എന്ന ഫിക്ഷണൽ അസാസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇനിയും കുറെ അസാസിൻസിനെ കുറിച്ച് പറയാനുണ്ട്. ഇന്നത്തെ വീഡിയോ ഒരു അസാസിനെ കുറിച്ചല്ല, മറിച്ച് അസാസിൻസ് ക്രീഡ് ഗെയിമിൽ കുറെ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ 2015 പുറത്തിറങ്ങിയ അസാസിൻസ് ക്രീഡ് സിൻഡിക്കേറ്റ് ജാക്ക് ദ റിപ്പർ എന്ന ഗെയിമിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറിനെ കുറിച്ചാണ്. ഞാൻ ഗെയിമിന്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാകും ആരെക്കുറിച്ചായിരിക്കും ഞാൻ ഈ പറയാൻ പോകുന്നത് എന്നുള്ളത്. അതെ ഗൈസ്, ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ദ ഫസ്റ്റ് സൈക്കോ കില്ലർ ഇൻ ലണ്ടൻ, ജാക്ക് ദ റിപ്പറിനെ കുറിച്ചാണ്. വർഷം 1896. ആ കാലത്തെ ലണ്ടൻ വൈറ്റ് ചാപ്പലിലെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ആയിരുന്ന എഡ്മണ്ട് റെയ്ഡ് തനിക്ക് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ കാരണം ജോലിയിൽ നിന്ന് വിരമിക്കാൻ തീരുമാനിക്കുന്നു. അന്ന് തന്റെ കീഴുദ്യോഗസ്ഥർ താൻ റിട്ടയർമെന്റ് ചെയ്യുന്ന ദിനത്തോടനുബന്ധിച്ച് വലിയ ഒരു ആഘോഷം തന്നെ ഒരുക്കി വെച്ചു. തങ്ങൾക്ക് മാതൃകയായി മാറിയ അവരുടെ പ്രിയപ്പെട്ട സീനിയർ ഓഫീസറിനെ സന്തോഷിപ്പിക്കാനായി അവർക്ക് സാധിച്ചു. അങ്ങനെ ആഘോഷങ്ങൾ നടന്നു. ആ സന്തോഷത്തിനിടയിൽ പോലും അദ്ദേഹത്തിന്റെ മനസ്സ് വളരെയധികം പരിഭ്രമത്തിലും വിഷമത്തിലുമായിരുന്നു. അതിനു കാരണം 1888 നടന്ന ഒരു കൊലപാതക കേസാണ്. തന്റെ കരിയറിൽ തനിക്ക് നാണക്കേട് കൊണ്ട് തലതാഴ്ത്തേണ്ടി വന്ന ഒരു കൊലപാതക കേസ്. അദ്ദേഹം തന്റെ ആഘോഷങ്ങൾ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാൻ കാറിൽ കയറിയത് മുതൽ എഡ്മണ്ട് താൻ പോലും അറിയാതെ തന്റെ മനസ്സ് ആ മർഡർ ഇൻവെസ്റ്റിഗേഷൻ നടന്ന കാലത്തേക്ക് കൊണ്ടുപോയി. 1888 കേസ് ഇൻവെസ്റ്റിഗേഷനിന്റെ അവസാനത്തിൽ സീനിയർ ഓഫീസറും എഡ്മണ്ട് റെയ്ഡും കൊലയാളിയെക്കുറിച്ചും കൊലപാതകത്തെക്കുറിച്ചും വിക്ടിംസിനെ കുറിച്ചും സംസാരിക്കാൻ തുടങ്ങി. സംസാരത്തിനിടെ എഡ്മണ്ടിനോട് ചോദിച്ചു, എഡ്മണ്ട്, എന്തൊരു നാണക്കേടാണ്. നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു സംഭവം. ഇതിനൊരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾ തല താഴ്ത്തി നടക്കേണ്ടി വരും. ഇത് കേട്ട എഡ്മണ്ട് റെയ്ഡ് പറഞ്ഞു, സർ, 2 മാസത്തിനിടെ 5 കൊലപാതകങ്ങളാണ് വൈറ്റ് ചാപ്പലിൽ ഉണ്ടായത്. അതും സ്ത്രീകളാണ് മൃഗീയമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇവർ ചെയ്യുന്ന തൊഴിലും ഒന്നു തന്നെയാണ്, കാരണം ഇവർ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അതിനർത്ഥം താൻ ജീവനത്തിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ ഈ ഒരു ജോലിയിലേക്ക് വഴുതി പോയിരിക്കാം. അത് അയാളുടെ അമ്മ, ഭാര്യ, കാമുകി, മകൾ, ആര് വേണമെങ്കിലും ആകാം. ചിലപ്പോൾ അയാൾ ആ കാര്യം നേരിൽ കണ്ടിട്ടുമുണ്ടാകാം. ആ ഒരു ഷോക്കിലായിരിക്കാം അയാളുടെ മനസ്സ് താളം തെറ്റിയത്. അപ്പോൾ ഇത് കേട്ട സീനിയർ ഓഫീസർ ചോദിച്ചു, അപ്പോൾ അയാൾ അതിൽ കൊല്ലേണ്ടത് അല്ലയല്ലേ? എഡ്മണ്ട് പറഞ്ഞു, അയാൾ അത് രഹസ്യമായി ചെയ്തിട്ടുണ്ടാകാം. അതിലും അമർഷം തീരാത്ത അയാൾ പിന്നീട് ഈ കൊലപാതകങ്ങൾ ചെയ്തതുമാകാം. അത് മാത്രമല്ല, ഒരു വ്യക്തമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു അയാളുടെ കൊലപാതകത്തിൽ. കൊല നടക്കുന്ന സമയത്തും അതിന് മുൻപും കൊല ചെയ്യപ്പെട്ടവരുടെ കരച്ചിലോ പിടിവലിയോ ഒന്നും തന്നെ നടന്നിട്ടില്ല. അടുത്ത് താമസിക്കുന്ന ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട ശബ്ദമൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് കേട്ട സീനിയർ ഓഫീസർ ചോദിച്ചു, ചിലപ്പോ വേറെ എവിടെയെങ്കിലും വെച്ച് കൊണ്ടിട്ട് ബോഡിയുടെ ഡംപ് ചെയ്തതാകില്ലേ? എഡ്മണ്ട് പറഞ്ഞു, ഒരിക്കലുമല്ല സർ, കാരണം ഇതിന് പിടികൂടുന്ന സമയത്തെങ്കിലും ശബ്ദം ഉണ്ടാക്കണമല്ലോ. അതുമാത്രമല്ല, ആ രാത്രി തന്നെ ഈ കൊല്ലപ്പെട്ട വിക്ടിംസിനെ വൈറ്റ് ചാപ്പലിന്റെ തെരുവിൽ വെച്ച് അവസാനമായി കണ്ടവരുമുണ്ട്. ആദ്യത്തെ 2 കൊലപാതകം നടന്നതിന് ശേഷം വൈറ്റ് ചാപ്പൽ സാധാരണ രീതിയിലായിരുന്നില്ല. ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ ഭയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൊല്ലപ്പെട്ടവർ ഒരിക്കലും ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ നടക്കില്ല. ആ സമയത്ത് തനിക്ക് ഏറ്റവും അധികം വിശ്വസിക്കാൻ പറ്റുന്ന അവനവരുടെ കൂടെയായിരിക്കും പുറത്തു പോയിട്ടുണ്ടായിരുന്നത്. ഇത് കേട്ട സീനിയർ ഒരു പരിഭ്രമത്തോടെ ചോദിച്ചു, അപ്പോൾ അവർക്കൊപ്പം ഉണ്ടായിരുന്നത്? അതെ സർ, ഓരോ കൊലപാതകം നടത്തുന്നത് ഓരോ ആഴ്ച ഗ്യാപ്പ് വിട്ടുകൊണ്ടാണ്. കാരണം ഈ ഒരു ഗ്യാപ്പിനിടയിൽ കൊലയാളിയും വിക്ടിമും തമ്മിൽ നല്ല രീതിയിലുള്ള സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നു. പിന്നീട് വിക്ടിംസിന് തന്നോടുള്ള വിശ്വാസം കൂട്ടുകയും സമയമാകുമ്പോൾ അവരെ കൂട്ടിക്കൊണ്ടു പോവുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. പക്ഷേ ഇതൊന്നുമല്ല അയാളെ ഭയപ്പെടുത്തുന്നു. 2 കൊലപാതകങ്ങൾക്ക് ശേഷം അയാൾ കത്തുകൾ വരെ അയച്ചു. അതിനർത്ഥം അയാളുടെ മനസ്സിൽ അത്രയും തന്നെ ആരും പിടികൂടുകയില്ല എന്ന ആത്മവിശ്വാസം അയാളുടെ മനസ്സിലുണ്ട്. പക്ഷേ ഇത് മാത്രമല്ല അതിന്റെ പരിഭ്രമത്തിന് കാരണം. നമുക്ക് ഇനി ആ കൊലയാളി പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിലും. പെട്ടെന്ന് തന്നെ എഡ്മണ്ട് ആ ചിന്തയിൽ നിന്ന് പുറത്തു വന്നു. ആ സമയത്തും എഡ്മണ്ടിന്റെ ഭയം മാറിയിട്ടുണ്ടായിരുന്നില്ല. ഇതിനു മാത്രം പരിഭ്രാന്തനാകാനുള്ള എന്ത് കേസാണ് എഡ്മണ്ടിന്റെ കരിയറിൽ വന്നു ചേർന്നത്? എങ്ങനെയായിരിക്കും ആ കേസ് എഡ്മണ്ടിനും സംഘത്തിനും നാണിച്ച് തലതാഴ്ത്താൻ കാരണമായത്? ബിക്കോസ് എ മിസ്റ്റീരിയസ് പേഴ്സൺ ഈസ് ബിഹൈൻഡ് ദിസ് മർഡർ കേസ്. എന്തൊക്കെയായാലും നമുക്ക് നോക്കാം എന്തായിരിക്കും ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്നുള്ളത്. അതിനായി ഞാൻ പറയുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മൈൻഡ് ഒന്ന് ഫോക്കസ് ചെയ്യുക. മൈ എക്സ്പ്ലനേഷൻ ഈസ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വർഷം 1888 ഓഗസ്റ്റ് 31. അന്ന് ലണ്ടനിനെ ഞെട്ടിച്ചുകൊണ്ടാണ് ആ വാർത്ത പടർന്നത്. ലണ്ടനിലെ വൈറ്റ് ചാപ്പൽ എന്ന ഗ്രാമത്തിൽ ഒരു കൊലപാതകം നടന്നു. അന്നത്തെ ഡിറ്റക്റ്റീവ് എഡ്മണ്ട് റെയ്ഡ് ആയിരുന്നു. എഡ്മണ്ടും സംഘവും ഒരു നിമിഷത്തേക്ക് സ്തംഭിച്ചു നിന്നു. ഭയം എന്ന വികാരം അവരുടെ മനസ്സിൽ നിറഞ്ഞു. കാരണം അവർ തങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായാണ് ഇങ്ങനെ മൃഗീയമായി കൊല്ലപ്പെട്ട ഒരാളുടെ ബോഡി കാണുന്നത്. കാരണം കൊല്ലപ്പെട്ട ആളുടെ കഴുത്തിൽ ഇരുവശങ്ങളിലായി ആഴത്തിലുള്ള മുറിവ് വരുത്തിയിരിക്കുന്നു. അടിവയറിൻ താഴ്ഭാഗം വളരെ കൃത്യമായി മുറിച്ചു കീറി കുടൽമാല വലിച്ചു പുറത്തിട്ടിരിക്കുന്നു.
ഈ ഒരു ന്യൂസ് വൈറ്റ് ചാപ്പലിന്റെ തെരുവോരങ്ങളിൽ പടരാൻ തുടങ്ങി. എഡ്മണ്ടും സംഘവും തെളിവുകൾക്കായി അന്വേഷണം ആരംഭിച്ചു. കൊലയാളി സംഭവ സ്ഥലത്ത് അറിയാതെ ഒരു തെളിവെങ്കിലും ഉപേക്ഷിക്കാതെ പോകില്ലെന്ന് എഡ്മണ്ടിന് അറിയാമായിരുന്നു. വിചാരിച്ചതുപോലെ തന്നെ സംഭവ സ്ഥലത്ത് ഷൂ പ്രിന്റും ടയർ ട്രാക്സും ഉണ്ടായിരുന്നു. അവർ അത് പരിശോധിച്ചു. സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ വസ്ത്രത്തിന്റെ നാരുകൾ പരിശോധനയ്ക്കയച്ചു. സംഭവ സ്ഥലത്ത് എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്ത സാക്ഷികളെ ചോദ്യം ചെയ്തു. ഇത്രയും ചെയ്തിട്ട് പോലും കൊലയാളിയെ പിടികൂടാനുള്ള ഒരു തെളിവ് പോലും അവർക്ക് ലഭിച്ചില്ല. എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി എന്ന മട്ടായി അവർക്ക്. എന്തൊക്കെയായാലും അവർ വൈറ്റ് ചാപ്പലിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. മുൻപ് കൊലകൾ ചെയ്തതും ചെയ്തിരുന്നവരുമായ കൊലപാതകികളെ പിടികൂടുകയും അവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇത് കേട്ട കൊലയാളികൾ പോലും ആശ്ചര്യപ്പെട്ടു പോയി. ചിലർ കൊലപാതക രീതി അറിഞ്ഞപ്പോൾ അറപ്പുളവാക്കുന്ന മുഖത്തോടെയും ചിലർ വൊമിറ്റ് ചെയ്യുക വരെ ചെയ്തു. കാരണം അവർ കൊലപാതകം നടത്തിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊടൂരമായി കൊല്ലുന്ന രീതി അവർ തിരഞ്ഞെടുത്തിരുന്നില്ല. കൊലയാളി ഇപ്പോൾ നടത്തിയ കൊലപാതകത്തിന് പറ്റിയ രീതിയിലുള്ള ഒരു തെളിവ് പോലും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നുള്ളതിലും അവർ ഭയപ്പെട്ടു. കാരണം ആ പ്രതിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനിയും ചിലപ്പോൾ കൊലപാതകങ്ങൾ ഉണ്ടാകാം. ഇതേ ചിന്ത തന്നെയാണ് ഗ്രാമത്തിലുള്ളവർക്കും. ആ ഭയം പതിയെ പതിയെ വൈറ്റ് ചാപ്പൽ എന്ന ഗ്രാമത്തെ കാർന്നു തിന്നാൻ തുടങ്ങി. 1888 സെപ്റ്റംബർ 8. മുൻപ് എഡ്മണ്ടും സംഘവും പിന്നെ വൈറ്റ് ചാപ്പൽ എന്ന ഗ്രാമത്തിലുള്ളവരും വിചാരിച്ചിരുന്നത് പോലെ തന്നെ അത് സംഭവിച്ചു. ആദ്യത്തെ കൊലക്കേസിൽ ജനങ്ങൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും ഉണ്ടായ ഭയവും ചൂടും മാറുന്നതിന് മുന്നേ തന്നെ വീണ്ടും ഒരു കൊലപാതകം കൂടി വൈറ്റ് ചാപ്പൽ എന്ന പ്രദേശത്ത് നടന്നു. ഇപ്പോൾ ഒരു സ്ത്രീ തന്നെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ആ സ്ത്രീയെക്കുറിച്ച് അന്വേഷിക്കുന്നു. ഈ അന്വേഷണത്തിനിടയിൽ തന്നെ അവർക്ക് മുൻപ് മരണപ്പെട്ട പോയ സ്ത്രീയുടെ വിവരങ്ങളും കണ്ടുകിട്ടുന്നു. ആദ്യം മരിച്ചത് മേരി ആൻ നിക്കോൾസ്. ആ സ്ത്രീ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. രണ്ടാമത് മരിച്ചത് ആനി ചെർമാൻ. ഈ സ്ത്രീയും മുൻപത്തെ സ്ത്രീയെപ്പോലെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. ഇത് കേൾക്കുന്ന എഡ്മണ്ടിന് കൊലയാളി കൊല്ലുന്ന പാറ്റേൺ മാത്രമല്ല അയാൾ ലക്ഷ്യമിടുന്ന വിക്ടിംസും ഒരേപോലെയുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാകുന്നു. ഈ കൊലപാതകത്തിന് സാക്ഷിയായ ജനങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവർ അവരുടെ അമർഷം കാണിക്കുകയും അവർ പോലീസുകാർക്ക് നേരെ ചെന്ന് അലറുകയും കേസ് അന്വേഷണം ശക്തമാക്കാനും പ്രതിയെ കസ്റ്റഡിയിലെടുക്കണമെന്ന രീതിയിൽ സംസാരിച്ച് പ്രതിഷേധിക്കാനും തുടങ്ങി. ഇത് കണ്ട ഒരു ഉദ്യോഗസ്ഥൻ അവരുടെ അടുത്ത് ചെന്ന് പറയുന്നു, ഞങ്ങൾ കേസ് വളരെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തെളിവുകൾ കിട്ടുന്നുമുണ്ട്. പ്രതിയും ഞങ്ങളും തമ്മിലുള്ള അകലം കൂടുതലല്ല. ഞങ്ങൾ പ്രതിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ ഉറപ്പായും ആ പ്രതിയെ പിടികൂടുക തന്നെ ചെയ്യും. തൽക്കാലം നിങ്ങൾ ശാന്തരായി പിരിഞ്ഞു പോവുക. ഇത് കേട്ട ജനങ്ങളുടെ മനസ്സിൽ കുറച്ച് ആശ്വാസം വരികയും അവർ കൊലപാതകയെ പിടികൂടും എന്ന പ്രതീക്ഷയിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു. അന്ന് രാത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങി. കൊല നടന്ന രീതികൾ വെച്ച് മറ്റു ഉദ്യോഗസ്ഥർ പല അഭിപ്രായമാണ് പറഞ്ഞത്. എന്നാൽ ആ സമയത്ത് അവിടെ വ്യത്യസ്തമായ അഭിപ്രായമാണ് എഡ്മണ്ട് പറയുന്നത്. കൊല്ലപ്പെട്ട സ്ത്രീകളുടെ ശരീരത്തിലെ മുറിപ്പാടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. രണ്ടുപേരുടെയും മുറിവ് ഒരേ രീതിയിലുമാണ്. പക്ഷേ അത് മുറിച്ചിരിക്കുന്ന രീതിയാണ് എന്നെ ആശ്ചര്യപ്പെടുത്തിയത്. ശരീരത്തിലെ മുറിവ് വളരെ പെർഫെക്റ്റ് ആയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ശരീരത്തിലെ ചില അവയവങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുമുണ്ട്. അതുകൊണ്ട് നമ്മൾ അന്വേഷിക്കുന്ന പ്രതി എന്തുകൊണ്ട് ഒരു ഡോക്ടറോ സർജനോ ആയിക്കൂടാ. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ എഡ്മണ്ട് 5 ടീമുകൾ ഉണ്ടാക്കി ഓരോ ടീമിനും ഓരോ ഡ്യൂട്ടി ഏൽപ്പിച്ചു. സംശയാസ്പദമായ രീതിയിലുള്ള ഡോക്ടേഴ്സ്, സർജൻസ്, പിന്നെ മെഡിക്കൽ ഫീൽഡിൽ പ്രാക്ടീസ് ചെയ്തു വന്നവർ മുതലായവരുടെ ബാക്ക്ഗ്രൗണ്ടും മറ്റു വിവരങ്ങളും അന്വേഷിക്കുക എന്നതായിരുന്നു അത്. ഓരോ ടീമും രഹസ്യമായി അന്വേഷണം നടത്തുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ടീം അവിടെ വന്നു. എന്നിട്ട് അവർ എഡ്മണ്ടിനോട് പറഞ്ഞു, ആദ്യത്തെയാൾ എറോൺ കോസിൻസ്കി എന്ന ചുമതലാണ്. അയാൾ വൈറ്റ് ചാപ്പലിലാണ് താമസിക്കുന്നത്. എന്നാൽ അയാളുടെ പെരുമാറ്റവും മറ്റും ശരിയല്ലായിരുന്നു. രണ്ടാമത്തെയാൾ ഒരു പോളണ്ട് സ്വദേശിയാണ്. അയാളുടെ പേര് ജോർജ് ചാപ്മാൻ. അയാൾ ഇപ്പോൾ താമസിക്കുന്നത് വൈറ്റ് ചാപ്പലിലാണ്. അയാൾ വാഷപ്രഗ ഹോസ്പിറ്റലിലെ സർജനായിരുന്നു. ഹോസ്പിറ്റലിലെ എന്തോ ചില പ്രശ്നങ്ങൾ കാരണം അയാൾ ജോലി തന്നെ ഉപേക്ഷിച്ചു. അതിനു പകരം ഇപ്പോൾ ഒരു ഹെയർ ഡ്രസ്സറുടെ സഹായിയായി ജോലി ചെയ്യുകയാണ്. പക്ഷേ അയാളിൽ ഞങ്ങൾക്ക് സംശയം ഉണ്ടാക്കിയത് ഇതൊന്നും ആയിരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് അയാളുടെ ആദ്യ ഭാര്യ നിഗൂഢമായ രീതിയിൽ കൊല്ലപ്പെട്ടു. ഇതിനെതിരെ അയാൾ പോലീസിൽ പരാതി നൽകി. എന്നാൽ ക്രൈം സീനിലോ മറ്റും ഒരു തെളിവ് പോലും ഇല്ലാത്തതുകൊണ്ട് ആ കേസ് തീർപ്പ് വരുത്താനായില്ല. പിന്നീട് അയാൾ രണ്ടാമതൊരു വിവാഹം കഴിച്ചു. ആ ദാമ്പത്യം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം ആ സ്ത്രീയും ക്രൂരമായി കൊല്ലപ്പെട്ടു. ഇതിനെതിരെയും ജോർജ് ചാപ്മാൻ പരാതി നൽകി. എന്നാൽ ഒരു കാര്യവും ഉണ്ടായില്ല. തെളിവുകളില്ലാത്തത് കൊണ്ട് തന്നെ ആ കേസും തള്ളിപ്പോയി. പിന്നീട് കുറച്ചു നാളുകൾക്ക് ശേഷം അയാൾ മൂന്നാമതൊരു വിവാഹം കഴിച്ചു. പക്ഷെ ഇതേ അവസ്ഥ തന്നെയായിരുന്നു ആ സ്ത്രീക്ക്. ഈ 3 കൊലയിൽ ഒരു തെളിവും അവശേഷിപ്പിക്കാതെയാണ് കൊലയാളി നടത്തിയത്. പക്ഷേ ഇത് കേട്ട എഡ്മണ്ട് ചോദിക്കുകയാണ്, നമ്മൾ അന്വേഷിക്കുന്ന കേസും ഇത് തമ്മിൽ എന്താണ് ബന്ധം? ഇത് കേട്ട ഒരു ഉദ്യോഗസ്ഥൻ പറയുകയാണ്,
ഇനി പറയാൻ പോകുന്നത് സാധ്യത മാത്രമാണ് സർ. കാരണം ആദ്യ ഭാര്യയെ കൊന്ന് അതിൽ ഹരം കണ്ടെത്തിയ അയാൾ പിന്നീട് ഓരോ വിവാഹം ചെയ്ത് വീണ്ടും കൊലകൾ ചെയ്ത് ഹരം കണ്ടെത്തി. പിന്നീട് തന്റെ മൂന്നാമത്തെ കൊലപാതകം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇനിയും താൻ ഈ കൊലപാതകം തുടർന്നു കഴിഞ്ഞാൽ താൻ പോലീസ് പിടിയിലാകുമെന്ന് മനസ്സിലാക്കിയ അയാൾ കൊലപാതകം പാതി വഴിയിൽ ഉപേക്ഷിച്ചു പിന്നീട് തെളിവ് നശിപ്പിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങി. ഇത് കേട്ട എഡ്മണ്ട് റെയ്ഡിന് മനസ്സിൽ വല്ലാത്തൊരു ഭയം അനുഭവപ്പെട്ടു. ഉടനെ തന്നെ ജോർജ് ചാപ്മാനെ കസ്റ്റഡിയിലെടുക്കാൻ എഡ്മണ്ട് ഉത്തരവിട്ടു. അങ്ങനെ അയാളെ കസ്റ്റഡിയിലുമെടുത്തു. ഇതിനകം തന്നെ ലണ്ടനിനെ വിറപ്പിച്ച ആ കൊലയാളിയെ കാണാൻ ലണ്ടനിലെ ജനങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു തുടങ്ങി. വലിയൊരു ജനപ്രവാഹം തന്നെയായിരുന്നു അവിടെ ഉണ്ടായത്. എന്നാൽ പോലീസ് സ്റ്റേഷന്റെ അകത്ത് എഡ്മണ്ട് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തിരിച്ചും മറിച്ചും ജോർജ് ചാപ്മാനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്നാൽ അയാൾ കമാന്നൊരക്ഷരം മിണ്ടുന്നില്ല. അയാൾ നിശബ്ദനായി തന്നെ നിന്നു. അയാളുടെ ആ നിശബ്ദത പോലീസ് സ്റ്റേഷനിൽ ആകെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. എന്നാൽ പോലീസ് സ്റ്റേഷന് പുറത്ത് ജനങ്ങൾ പോലീസ് ഓഫീസർ കില്ലറിനെ പിടികൂടി എന്ന വിചാരത്തിൽ പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങി. രാത്രി സമയങ്ങളിൽ കടകൾ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. വൈറ്റ് ചാപ്പലിലെ ജനങ്ങൾ മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ തുടങ്ങി. അവരുടെ ഉള്ളിലെ ഭയം നീക്കിവെച്ച് സ്വതന്ത്രമായി നടക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ സെപ്റ്റംബർ 29, 1888 പോലീസ് സ്റ്റേഷനിലേക്ക് അപ്രതീക്ഷിതമായി ഒരു കത്ത് വന്നു. ആ കത്ത് വായിച്ച പോലീസ് ഓഫീസറുടെ മുഖത്ത് പതിയെ ഭയം പടർന്നു പിടിക്കാൻ തുടങ്ങി. ഭയം മൂർച്ഛിച്ച ആ ഓഫീസർ പരിഭ്രാന്തനായി. ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ തന്റെ കയ്യിൽ ആ കത്ത് ഓടിച്ചെന്ന് എഡ്മണ്ടിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. കത്ത് വായിച്ച എഡ്മണ്ടിന് ഇത് സത്യമാണോ എന്ന് പോലും തോന്നിപ്പോയി. കാരണം താൻ അന്വേഷിക്കുന്ന കേസിനെ അടിമുടി മാറ്റിമറിക്കുന്നതായിരുന്നു ആ കത്ത്. Dear boss, I keep on hearing the police have called, but they won't fix me just yet. I have laughed when I look so clever and talk about being on the right track. That joke about leather apron gave me real fits. I am down on whores, and I shan't quit ripping till I do get buckled. Grand work the last job was. I gave the lady no time to squeal. How can they catch me now? I love my work and want to start again. You will soon hear of me with my funny little games. I saved some of the proper red stuff in the ginger beer bottle for the last job to write with, but it went thick like glue, and I can't use it. Red ink is fit enough now. The next job I do, I shall clip the lady's ears off and send to the police officers just for jolly, wouldn't you? Keep this letter back till I do a bit more work, then give it out straight. My knife's so nice and sharp, I want to get to work right away, if I get a chance. Good luck. Yours truly, Jack the Ripper. Don't mind me giving the trade name. It wasn't good enough to post this before I got all the red ink off my hands cursing. No luck yet. They say I'm a doctor. ഇതായിരുന്നു ആ കത്തിന്റെ ഉള്ളടക്കം. ഡിയർ ബോസ്, പോലീസ് എന്നെ പിടികൂടിയതായി ഞാൻ കേൾക്കുന്നു. പക്ഷേ അവരിതുവരെ എന്നെ നന്നാക്കിയില്ല. അവർ വളരെ മിടുക്കനായി കാണിക്കുകയും ശരിയായ പാതയിലാണെന്ന് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ അറിയാതെ ചിരിച്ചു. ലത അപ്രോണിനെ കുറിച്ചുള്ള ആ തമാശ എനിക്ക് യഥാർത്ഥ ഹിറ്റ്സ് നൽകി. ഞാൻ ആ പ്രോസ്റ്റിറ്റ്യൂട്ടുകളുടെ പിറകെ തന്നെയാണ്. ഞാൻ പിടിക്കപ്പെടുന്നത് വരെ അവരെ കീറി മുറിക്കുന്നത് തുടരും. വലിയ ജോലിയായിരുന്നു അവസാനത്തേത്. ഞാൻ ആ സ്ത്രീക്ക് ഒന്ന് അലറാൻ പോലും സമയം കൊടുത്തില്ല. ഇനി അവർ എന്നെ എങ്ങനെ പിടികൂടും? ഞാൻ എൻ്റെ ജോലിയെ ഇഷ്ടപ്പെടുന്നു, വീണ്ടും ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ രസകരമായ ചില ഗെയിംസുകളിലൂടെ നിങ്ങൾ എന്നെക്കുറിച്ച് ഉടൻ കേൾക്കും. അവസാനമായി എഴുതേണ്ട ജോലിയിൽ ഞാൻ ശരിയായ ചുവന്ന നിറത്തിലുള്ള ചിലത് ഇഞ്ചി ബിയർ കുപ്പിയിൽ സംരക്ഷിച്ചു. പക്ഷേ അത് പശ പോലെ കട്ടിയുള്ളതാണ്. എനിക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. ചുവന്ന മഷി ആവശ്യത്തിന് അനുയോജ്യമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ചെയ്യുന്ന അടുത്ത ജോലി സ്ത്രീകളുടെ ചെവി മുറിച്ച് ഉദ്യോഗസ്ഥരുടെ അടുത്തേക്ക്. ഒരു തമാശയ്ക്കും അല്ലേ? ഞാൻ കുറച്ച് ജോലി ചെയ്ത് തീർക്കുന്നത് വരെ ഈ കത്ത് തിരികെ വയ്ക്കുക, എന്നിട്ട് അത് നേരിട്ട് നൽകുക. എൻ്റെ കത്തി വളരെ മനോഹരവും മൂർച്ചയുള്ളതുമാണ്. എനിക്ക് അവസരം ലഭിച്ചാൽ ഉടൻ തന്നെ ജോലിയിൽ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിജയം ആശംസിച്ചുകൊണ്ട് വിശ്വസ്തയോടെ ജാക്ക് ദ റിപ്പർ. നിങ്ങൾ ഈ പേര് നൽകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ കൈകളിലെ ചുവന്ന മഷി മുഴുവൻ ശപിക്കപ്പെട്ടതാണ്. ഇപ്പോൾ അവർ പറയുന്നു ഞാൻ ഒരു ഡോക്ടറാണ്. ഈ കത്തിലൂടെയാണ് കൊലയാളി തൻ്റെ പേര് ആദ്യമായി വെളിപ്പെടുത്തുന്നത്. അതുമാത്രവുമല്ല, ആ കത്തിൽ ഒരു മനുഷ്യൻ്റെ ചെവിയും ഉണ്ടായിരുന്നു. ഇതറിഞ്ഞ മുഴുവൻ പോലീസ് ഫോഴ്സിനും ഈ വാർത്ത അവരുടെ തലയിൽ ഒരു ഇടുത്തി വീഴുന്നത് പോലെയായിരുന്നു. കാരണം അവരുടെ ഇൻവെസ്റ്റിഗേഷനെ വെറും ഒരു പിടി ചാരം പോലെയാക്കുന്നതായിരുന്നു ആ കത്ത്. അവർ കുറേ നേരം എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അവരുടെ മനസ്സിൽ വന്ന ആ തീപ്പൊരി അത് ആളിപ്പടരാൻ വലിയ താമസമുണ്ടായില്ല. അങ്ങനെയിരിക്കെ തൊട്ടടുത്ത ദിവസമായ സെപ്റ്റംബർ 30, 1888 പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു വിവരമെത്തുന്നു.
മുൻപ് നടന്നതുപോലെ വീണ്ടും കൊലപാതകം നടന്നു. പക്ഷേ ഈ പ്രാവശ്യം ഒരാളെയല്ല കൊന്നത്, 2 പേരെയാണ്. എലിസബത്ത് സ്റ്റൈഡ് എന്ന സ്ത്രീയുടെയും കാതറിൻ എഡൌസ് എന്ന സ്ത്രീയുടെയും മൃതശരീരമാണ് ലഭിച്ചത്. എഡ്മണ്ട് അവരെക്കുറിച്ച് അന്വേഷിച്ചു. മുൻപ് കൊല്ലപ്പെട്ടവരെ പോലെ സെയിം വർക്ക് തന്നെയായിരുന്നു അവരുടേതും. കൊല്ലപ്പെട്ട പാറ്റേണും പഴയതുപോലെ തന്നെ. അങ്ങനെ കൊലയാളി ജാക്ക് തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു. പിന്നീട് ഈ വിവരം ലണ്ടൻ മുഴുവനും പടർന്നു പിടിച്ചു. അതിനുശേഷം നവംബർ 9, 1888 മേരി ജെൻ കെല്ലി എന്ന സ്ത്രീയും കൊല്ലപ്പെടുന്നു. പിന്നീട് ഇതുപോലെയൊരു സംഭവം വൈറ്റ് ചാപ്പലിൽ നടന്നിട്ടില്ല. 2 മാസത്തിനുള്ളിൽ 5 കൊലപാതകങ്ങളാണ് ആ കില്ലർ നടത്തിയത്. പക്ഷേ ഇതിനുശേഷവും അവർക്ക് കത്തുകൾ വന്നുകൊണ്ടേയിരുന്നു. സംശയാസ്പദമായ ആളുകളെ കസ്റ്റഡിയിലെടുത്തെങ്കിലും കൊലയാളിയാണെന്ന് തെളിയിക്കാൻ അവർക്ക് തെളിവുകളൊന്നും കിട്ടിയില്ല. ആദ്യം കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഡെഡ് ബോഡി കിട്ടിയ ദിവസമായ ഓഗസ്റ്റ് 31, 1888 മുതൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം വരെയും ഈ കൊലപാതകം ചെയ്ത ജാക്ക് ദ റിപ്പറിനെ പോലീസ് ഓഫീസേഴ്സിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ കേരളത്തിലെ സുകുമാരക്കുറുപ്പും ഇങ്ങനെ തന്നെയല്ലേ? ഒരു കൊലയെ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും പോലീസിന്റെ കണ്ണിൽ പെടാതെ രക്ഷപ്പെട്ടു. അയാളെ ഇപ്പോഴും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ജാക്ക് ദ റിപ്പറിനെ സുകുമാരക്കുറുപ്പിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് മറ്റൊന്നാണ്. നമുക്ക് സുകുമാരക്കുറുപ്പിന്റെ രൂപം എങ്ങനെയാണെന്നറിയാം. എന്നാൽ ജാക്ക് ദ റിപ്പറിന്റെ രൂപം എങ്ങനെയാണ്, ശരീരപ്രകൃതം എങ്ങനെയാണ് എന്ന് പോലും നമുക്കറിയില്ല. അതുതന്നെയാണ് ജാക്ക് ദ റിപ്പർ എന്ന കൊലയാളി തന്റെ കൊലപാതക പരമ്പരയിൽ പോലീസ് പിടിയിലാവാതിരിക്കാൻ ചെയ്ത ഏറ്റവും വലിയ മിടുക്ക്. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ആൻഡ് ദിസ് ഇസ് ദ സ്റ്റോറി ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് സൈക്കോ കില്ലർ ഇൻ ലണ്ടൻ. ആൻഡ് ഐ ആം ദ മിസ്റ്റർ എക്സ്പ്ലെയിനർ സൈനിങ് ഓഫ്. ബൈ.